ഈ ഗ്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമേ എന്തൊരു ആക്രി സാധനം കണ്ടാലും കളയാൻ തോന്നൂല കേട്ടോ. കളയാൻ നേരത്ത് വിചാരിക്കും ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതും കൊണ്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാം, ഗ്രാഫ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്നുള്ളതിൽ എടുത്തു വെക്കും കേട്ടോ. അത് കുപ്പിയും പാട്ടായാലും അതുപോലെ പ്ലാസ്റ്റിക് കവറാണെങ്കിൽ പോലും എടുത്തു വെക്കും കേട്ടോ. കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ നേരത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സാധനം കാണൂല, കിട്ടൂല കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കും ആ കളഞ്ഞതുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നില്ലേ എന്ന് വിചാരിക്കും കേട്ടോ. അത് വിചാരിച്ചിട്ട് ഇപ്പം ഒരു സാധനം കളയാൻ തോന്നൂല കേട്ടോ, ഒക്കെ പെറുക്കി എടുത്ത് വെക്കും. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച സാധനം കൊണ്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഉപകാരത്തിൽപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള ബോട്ടിലൊക്കെ കിട്ടുകയാണെങ്കിൽ എടുത്ത് വെക്കുക, കളയണ്ട കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ടൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞാനിങ്ങനെ പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്യുന്നു വെറൈറ്റി ആയിട്ട് എങ്ങനെ പെയിൻ്റ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയെടുക്കാമെന്ന് കേട്ടോ. അപ്പം ഞാനിത് ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവം കണ്ടു. സിമ്പിളാണ്. നമുക്ക് കുറച്ച് തെർമാക്കോളിൻ്റെ ബോൾസ് വേണം, അതുപോലെ നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലും വേണം, പിന്നെ A4 സൈസിലുള്ള പേപ്പറും വേണം കേട്ടോ. ഈ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊരു പെൻ ഹോൾഡർ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള കുപ്പിയാണ് കേട്ടോ മെയിൻ. അപ്പം എന്താക്കുക, നമുക്ക് ഇതുപോലെ കാണുന്നത് പോലെയൊക്കെ ഒന്ന് പേപ്പർ നമ്മളൊക്കെ എന്താക്കണം, നമ്മുടെ ബോട്ടിലിൻ്റെ അളവിനനുസരിച്ച് വെട്ടി ഒട്ടിച്ച് നമുക്ക് പേപ്പർ ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ സെറ്റ് ആവും കേട്ടോ. സംഭവം സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, എന്നാൽ നല്ല ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാൻ ഉള്ളിൽ വെച്ച പേപ്പറും സാധനം നമ്മുടെ കളർ പേപ്പറാണ് കേട്ടോ, അത് കട്ടിയില്ല. അപ്പം കുറേ സാധനം പെന്നൊന്നും നമുക്ക് അതിലിട്ട് വെക്കാൻ പറ്റില്ല, അതിങ്ങനെ ചളങ്ങി പോകും കേട്ടോ. അപ്പം ഇത്തിരി കട്ടിയുള്ള കാർഡ്ബോർഡ് എന്തെങ്കിലുമൊക്കെ പീസ് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.